നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഐക്യം പ്രഖ്യാപിച്ച SNDPയും NSSും. VD സതീശനെതിരെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്ന് വെള്ളാപ്പള്ളി. വർഗീയതയ്ക്കെതിരെ പറയാൻ സതീശന് യോഗ്യതയില്ലെന്ന് സുകുമാരൻ നായർ. വർഗീയത ആര് പറഞ്ഞാലും എതിർക്കുമെന്നും അതിന്റെ പേരിൽ തോറ്റാലും കുഴപ്പമില്ലെന്ന് VD സതീശൻ. സംസ്ഥാന സ്കൂൾ കലാകിരീടം കണ്ണൂരിന്. രണ്ടാമത് തൃശൂർ, കോഴിക്കോട് മൂന്നാം സ്ഥാനത്ത്. സ്കൂളുകൾ വിഭാഗത്തിൽ കിരീടം ആലത്തൂർ ഗുരുകുലം HSSന്. മുഖ്യാതിഥിയായി മോഹൻലാൽ. കലോത്സവ നടത്തിപ്പിൽ കാതലായ മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. അഭിനന്ദനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് നടന്നതായി ശാസ്ത്രീയ പരിശോധനാ ഫലം. സ്ഥിരീകരണം. VSSC നൽകിയ റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി തിരികെ എത്തിച്ച ദ്വാരപാലക കട്ടിളപ്പാളികളിൽ സ്വർണം കുറവ്. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. CPMൽ പലതും സഹിച്ചിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും രാജേന്ദ്രൻ. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് MM മണി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിക്കാൻ രാഹുൽ ഗാന്ധി നാളെ കൊച്ചിയിൽ. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേരും. ഇന്ത്യക്കെതിരായ അവസാന ഏകദിനത്തിൽ ന്യൂസിലൻഡിന് കൂറ്റൻ സ്കോർ. ഇന്ത്യയുടെ വിജയലക്ഷ്യം 338 റൺസ്. ഡാരി മിച്ചലിനും ഗ്ലീൻ ഫിലിപ്സിനും സെഞ്ചുറി. വിശദമായി നോക്കാം. നായർ ഈഴവായിക്കും അനിവാര്യമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മറ്റ് സമുദായങ്ങളുടെ അവകാശം പിടിച്ചുപറ്റാനില്ല. താൻ മുസ്ലിം വിരോധിയല്ലെന്നും മുസ്ലിം ലീഗിലെ വർഗീയതയാണ് എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം പരാമർശം വ്യാഖ്യാനിച്ച് തന്നെ വർഗീയവാദിയാക്കുകയാണ് ചെയ്തത്. നായർ ഈഴവ ഐക്യത്തോട് ലീഗ് യോജിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ഈ ഹിന്ദു വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ല, അനുയായികൾക്ക് അത് തൃപ്തിയല്ല. ആ അനുയായികളായ ആളുകളെല്ലാം തന്നെ യോജിപ്പ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു. നിർഭാഗ്യവശാൽ അത് പിന്നാലെ ആ യോജിപ്പ് വിയോജിപ്പായി മാറി. അത് മനഃപൂർവ്വമല്ല, അവിടെ കൊണ്ട് ഞങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് കാര്യം. സംവരണം പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുനടന്നു, ഞാനതിൻ്റെ പുറകെ പോയി എന്നുള്ള സത്യമാണ്. പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം എനിക്ക് മനസ്സിലായി. ചതിക്കപ്പെട്ടു. UDF ആണ് ചോദിച്ചതെന്ന് ഇന്ന് ചില പത്രത്തിലുണ്ട്. അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ NSS SNDP ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ്. ഐക്യം വേണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ഐക്യം വേണമെന്നാണ് NSS നിലപാട്. ഒരു മതവുമായും വിരോധത്തിന് പോകില്ല. അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം NSS SNDP ഐക്യം തടഞ്ഞത് ലീഗ് അല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അതേസമയം VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് സുകുമാരൻ നായർ ഉന്നയിച്ചത്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കുന്നു. NSSന്റെ നേതൃത്വവുമായി ആലോചിച്ച് അതിനനുകൂലമായ ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായി എനിക്ക് അതിനകത്ത് ഈ ഐക്യം ആവശ്യമാണ് എന്ന് സംഘടനാപരമായും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSഉം ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? അല്ലല്ല, അവരൊന്നുമല്ല. അത് കാരണം എന്ന് വെച്ചാൽ ഈ സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന കൂട്ടർ അവരാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് പറയുന്നതാണ്. അതൊന്നുമല്ല, അത് സംവരണ വിഷയമായിരുന്നു അതിനുള്ള കാരണം. സാമുദായിക ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണെന്ന് വെള്ളാപ്പള്ളിയുടെ പരാമർശം ജൽപ്പനമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അർഹിക്കുന്ന അവഗണനയോടെ ആ പരാമർശം തള്ളുന്നു. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ച് സമാന്തര അന്തരീക്ഷം തകർക്കാമെന്നാണ് ശ്രമമെങ്കിൽ ആ വലയിൽ വീഴില്ല. വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്നത് CPM പിന്തുണയിലെന്നും സലാം പറഞ്ഞു. യൂത്ത് ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തീരുമാനം എടുക്കുമ്പോൾ അതുകൂടി പരിഗണിക്കുമെന്നും ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും സലാം മലപ്പുറത്ത് പ്രതികരിച്ചു. അല്ല, ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല. അറിയിക്കാത്തൊരു കാര്യത്തിന് ഞങ്ങൾ എന്തിനാ രംഗത്തിറങ്ങുന്നത്? അതുകൊണ്ട് അത് അറിയിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയാണ്. ഈ മുസ്ലിം ലീഗ് നിരന്തരമായിട്ട് പ്രകോപിപ്പിക്കലാണോ വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം? അതാണോ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് പറയുന്ന ആളും പറയിക്കുന്ന ആളും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, കേരളീയ ജനതക്കും അറിയാം. അതുകൊണ്ടാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. ഞങ്ങളെ പ്രകോപിപ്പിച്ച് മറുപടി പറയിച്ച് സംഘർഷഭരിതമായ ഒരു സമൂഹ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വലയിൽ വീഴാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. NSS SNDP ഐക്യത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇരു സംഘടനകളും യോജിക്കുന്നത് സാമുദായിക സൗഹൃദത്തിന് നല്ലതാണ്. എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീളുമോ എന്നതാണ് സംശയമെന്നും K മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിന് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇന്നലെ പൂത്ത തകരയാണ് VD സതീശൻ. സതീശനാണ് തനിക്കെതിരെ പറഞ്ഞത്. താൻ വർഗീയവാദിയാണെന്ന് രമേശ് ചെന്നിത്തലയോ വേണുഗോപാലോ AK ആന്റണിയോ പറയട്ടെ, അപ്പോൾ അംഗീകരിക്കാം. താൻ കോൺഗ്രസിനെതിരല്ല, നേതാക്കളുമായി നല്ല ബന്ധമുണ്ട്, തന്നെ വേട്ടയാടുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസിന്. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്, രമേശ് ചെന്നിത്തല പറയട്ടെ, അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയാക്കൾ എത്രയോ സീനിയറായ ആളുകളാണ്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകര അത് നിങ്ങളിവിടെ കാറ്, ഞാനെന്നാ കാറ് കണ്ടില്ല, എന്നെല്ലാം ഉത്തരം ഞാൻ സുഖാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം, 80 കൊല്ലങ്ങൾക്ക് മുമ്പ്, സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റിൻ കാർ കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത്. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ചു എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ ഭിന്നിപ്പിനുള്ള പലരുടെയും ഉപകരണമായി മാറുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നും അതിന്റെ പേരിൽ തോറ്റാലും കുഴപ്പമില്ലെന്നും VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു.
സ്പർദ്ധ ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഞാൻ എന്നിട്ട് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. ഇതിനു മുമ്പ് എന്നെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞു, ഇന്നലെയും മോശമായിട്ട് വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണെന്ന് മറുപടി പറഞ്ഞത്? അദ്ദേഹം നല്ല പ്രായമായ ആളാണ്, ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന സ്ഥാനമാണ്. അങ്ങനെ ഒരാളെ കുറിച്ച് മോശമായൊരു വാക്ക് പോലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഗുരുനിന്ദയാണ്. ഇതാണ് വർഗീയതക്കെതിരായ നിലപാട്. സെക്യുലർ പൊസിഷനിങ് ആണ്, സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാരമില്ല. തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 ഇത് നേരിട്ട ആളാണ് ഇവിടെ. അന്ന് ഞാനൊന്ന് പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുറച്ചു കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. ഞാൻ പറയണ കേക്ക് നിങ്ങൾ, ഇത് കയ്യിലേക്കെന്താ എത്ര ധൃതി? 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാ. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർന്നു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല, വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുറച്ചു കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല, പുറകിലേക്ക് ഓടൂല. വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഒരു നേതാവ് സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങില്ലെന്ന് പറഞ്ഞു. ആ നേതാവ് സഭാ സിനഡ് യോഗം ചേർന്നപ്പോൾ തിണ്ണ നിരങ്ങാൻ പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സതീശൻ NSS തിണ്ണ നിരങ്ങി. വർഗീയതയ്ക്കെതിരെ പറയാൻ സതീശന് എന്ത് യോഗ്യതയാണെന്നും അദ്ദേഹം ചോദിച്ചു. സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുകയാണ്, KPCC അധ്യക്ഷൻ നോക്കുകുത്തിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. രമേശ് ചെന്നിത്തലയ്ക്കുള്ള യോഗ്യത എന്തെങ്കിലും കോൺഗ്രസ് നേതാവിനുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകേറി നിരങ്ങരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ അടുത്ത ദിവസം എന്തെന്ന് ചെയ്തു? ഈ വലിയ തത്വം പറയുന്നവര് കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കാലം എഴുതി. എന്തിനാ അങ്ങതേ പോയത്? എന്തിനാ പോയത്? അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. എല്ലാ സാമുദായിക സംഘടനകളുമായി നേതാക്കന്മാരുമായും സഹകരിക്കുന്നയാളാണ് താനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. താൻ വർഗീയതയ്ക്കെതിരെ നിലനിൽക്കുന്ന ആളാണ്. തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ട്. വെള്ളാപ്പള്ളിയോട് തനിക്ക് യാതൊരു വിരോധവുമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആരോടും താൻ എതിർക്കാൻ നിൽക്കാറില്ലെന്നും വർഗീയതയ്ക്ക് താൻ എപ്പോഴും എതിരാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ അത് താൻ സ്വീകരിക്കും. പാർട്ടിയുടെ നിലപാടിനപ്പുറം തനിക്കൊരു നിലപാടില്ല. മതേതര കേരളമാണ് ലക്ഷ്യമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് തെളിയിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. അതിന്റെ പേരിലല്ല ഞാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി എല്ലാവർക്കും നമ്മളെ ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല, നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല. അതൊക്കെ അവരുടെ അവകാശമാണ്. വ്യക്തിപരമായുള്ള നമ്മളോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്കൊരു വിരോധമില്ലെന്ന്. അത് എന്നെ വിമർശിച്ചിരിക്കല്ലേ, എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊക്കെ പ്രായമായ ആളുകളാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വാക്ക് പറയില്ല. എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കൾ പറഞ്ഞു, എത്രയോ സമുദായ നേതാക്കൾ പറഞ്ഞു. ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു. ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ. പക്ഷെ പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത്. വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. അത് കോൺഗ്രസിന്റെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്. തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അതിനെന്താ കുഴപ്പം? രാഷ്ട്രീയ നേതാക്കൾ എന്റെ ഇരുമ്പൊലൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത്. കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ്. വി ഡി സതീശൻ കാന്തപുരത്തിന്റെ വേദിയിൽ SNDP യോഗത്തെ കരിവാരി തേച്ചുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കേരളത്തിലെ ജനം ഇത് വിലയിരുത്തും. ഒരു സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ മറ്റൊരു സമുദായത്തെ തള്ളിപ്പറഞ്ഞു. വർഗീയ താൽപര്യമായിരുന്നു വി ഡി സതീശൻ ഉണ്ടായിരുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി തൊടുപുഴയിൽ ആരോപിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ നേതാവിന്റെ വേദിയിൽ പോയിട്ട് SNDP യോഗത്തെ കരിവാരി തേക്കാൻ വേണ്ടി പ്രസംഗിച്ചോണ്ട് എന്താ കാര്യം? ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം, കേരളത്തിൽ ജനങ്ങൾ കാണുന്നവരല്ലേ.
അവർ മനസ്സിലാക്കിക്കോളും. ആ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള തള്ളി പറയുക എന്നുള്ളതല്ല എന്താ അതിനെപ്പറ്റി പറയാൻ പറ്റുക. അതിനകത്ത് സത്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പറയുന്ന സമുദായ പാർട്ടി അല്ലേ അതേ സമുദായത്തിൻ്റെ നേതാവല്ലേ, ഏതോ രോമം ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ പുല്ലിയിരിക്കുന്നത്. ഈ പറയുന്ന ആളിൻ്റെ വേദിയിൽ പോയി നിന്നോട് പ്രസംഗിക്കുമ്പോൾ അതെന്താ ഞങ്ങൾ കാണേണ്ടത്? ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഭൂരിഭാഗവും നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ആ റിപ്പോർട്ടിലുള്ളത് എന്താണെന്ന് ഇനിയും പുറത്തുവിട്ടിട്ടില്ലെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സമത്വത്തിനു വേണ്ടിയാണ് സർക്കാരുകളോട് അഭ്യർത്ഥിച്ചത്. എയ്ഡഡ് മേഖലയിൽ സ്കൂളുകൾ അനുവദിച്ചത് ആനുകൂല്യമെന്നാണ് ചിലർ പറയുന്നത്. ക്രൈസ്തവ മാനേജ്മെന്റുകൾ എല്ലാവർക്കും വേണ്ടിയാണ് സ്കൂളുകൾ നടത്തിയത്. അധ്യാപക നിയമന വിഷയം ഉയർത്തിയത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവർ അല്ലാത്ത അധ്യാപകരുമുണ്ട്. അപകർഷതയിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നതെന്നും സഭാബോധം അഭിമാന ബോധമെന്നും ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു. സീറോ മലബാർ സമുദായ ശാക്തീകരണ വർഷം ചങ്ങനാശ്ശേരി അതിരൂപതാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനവും നമുക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം. നമ്മൾ തുടങ്ങിയ സ്കൂളുകളോ കോളേജുകളോ ആശുപത്രികളോ അതൊന്നും നമുക്ക് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയതാണ്. നമുക്ക് എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചതൊക്കെ ഏതാണ്ട് വലിയ ആനുകൂല്യം പോലെ കരുതുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം എവിടെ നിൽക്കുമായിരുന്നു? കേരളത്തിലെ ജനത്തിന് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അത് ജാതിമതഭേദമന്യേ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് സ്കൂളുകൾ കിട്ടിയത്. അല്ലാതെ നമ്മൾ അർഹമല്ലാത്തതെന്തോ ചോദിച്ചു മേടിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പോൾ പലരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകൾ ഭൂരിഭാഗവും നടപ്പിലാക്കി കഴിഞ്ഞിട്ടും കമ്മീഷൻ റിപ്പോർട്ട് എങ്ങും കാണാനില്ല എന്നുള്ള കലയരങ്ങ് കോപ്പ് അവാർഡ് ബൈ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ് കണ്ണൂർ ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഫ്രീകോ പെയിൻ സ്പ്രേ, ഹെർബൽ പെയിൻ റിലീവർ, എ പ്രോഡക്റ്റ് ഓഫ് വൈദ്യരത്നം, ഔഷധി, എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. തക്കിട്ട ജം തക്കിട്ട നം തക്കിട്ട തും തക്കിട തക്കിട്ട തക്കിട്ട തക്കിട്ട. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. 1023 പോയിന്റുമായാണ് കണ്ണൂർ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. രണ്ടാം സ്ഥാനത്തുള്ള തൃശൂരിന് 1018 പോയിന്റാണ് സമ്പാദിക്കാനായത്. കോഴിക്കോടാണ് മൂന്നാം സ്ഥാനത്ത്. 1013 പോയിന്റാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. സ്കൂളുകളുടെ കാര്യത്തിൽ ആലത്തൂർ ഗുരുകുലം HSS ആണ് മുന്നിലെത്തിയത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ കൊടിയിറങ്ങി. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തത്. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി. സമാപന സമ്മേളന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിനന്ദിച്ചു. കലോത്സവ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് കാസർകോട്ടെ സിയ ഫാത്തിമയ്ക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിലാണ് മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിനന്ദിച്ചത്. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ട സിയ ഫാത്തിമയ്ക്ക് വീട്ടിലിരുന്ന് വീഡിയോ കോൺഫറൻസ് വഴി HS വിഭാഗം അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. തൃശ്ശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, ഒരു പുണ്യമായിട്ട് കരുതുന്നു. അതിന് ഇടവരുത്തി തന്ന വടക്കും നാഥനെ ഓർത്തുകൊണ്ട്, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമഃശിവായ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ, മറ്റ് മന്ത്രിമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപക അനധ്യാപക അംഗങ്ങളെ, രക്ഷകർത്താക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരികളെ, വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക മാമാങ്ക വേളയിൽ ഞാനിവിടെ നിൽക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന വിശേഷത്തെക്കാൾ ഉപരിയായി
എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു കാഴ്ചയാണ്. ചരിത്രത്തിലാദ്യമായി ഒരു കലോത്സവ വേദി ഒരു കുട്ടിയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയ ആ നിമിഷം. മാരകമായ രോഗാവസ്ഥയിലായതുകൊണ്ട് വേദിയിലെത്താൻ കഴിയാതിരുന്ന കൊച്ചുമിടുക്കി സിയ ഫാത്തിമയ്ക്ക് വേണ്ടി അവരുടെ വീട് തന്നെ വേദിയാക്കിയ ആ തീരുമാനം, അതാണ് ഈ കലോത്സവത്തിന്റെ യഥാർത്ഥ വിജയം. യുവജനോത്സവത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെ ഫോണിൽ വിളിച്ച് ഡേറ്റ് കുറിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇപ്രാവശ്യത്തെ യുവജനോത്സവം? അപ്പം അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, അത് നാട്ടുകാരെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ യുവജനോത്സവം കാരണം ഇത് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നതല്ല. ജനങ്ങൾ ഹൃദയത്തിലേറ്റും ഇതുപോലെ ഒരു ഉത്സവം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കലോത്സവ വേദിയിൽ നിന്ന് അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, അങ്ങനെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനും സമാപനമായിരിക്കുകയാണ്. ഈ നേതാക്കൾ പറഞ്ഞ പോലെ തന്നെ ഓരോ കലോത്സവവും സമാപിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാഠം അല്ലെങ്കിൽ ഒരു പുതുമ നൽകിക്കൊണ്ടാണ് സമാപനമാകുന്നത്. തൃശ്ശൂരിലെ കലോത്സവത്തിനും സമാപനമാകുമ്പോൾ ആ രീതിയിലൊക്കെ എങ്ങനെയാണ്? അമ്പിളി, തീർച്ചയായും കലയുടെ പൂരത്തിന് കൊടി ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയുടെ ഒരു മധുര പ്രതികാരം കൂടിയായിരുന്നു. ആടുതേവരുടെ മണ്ണിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് സ്വർണ്ണക്കപ്പ് പിടിച്ചു വാങ്ങി കണ്ണൂർ ജില്ലയിലേക്ക്, കണ്ണൂരിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം തിരിച്ചു മടങ്ങുന്നു എന്നുള്ളതാണ്. അമ്പിളി സൂചിപ്പിച്ചതോടെ തന്നെ ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് തന്നെയാണ് ഈ കലയുടെ പുതിയ പാഠം കൂടി പുതിയ തലമുറയ്ക്ക് പകർന്നു നിൽക്കുകയാണ് ഈ കലോത്സവം അവസാനിക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ച കാര്യം പോലെ തന്നെ സിയ ഫാത്തിമയുടെ കാര്യമാണ്. അതായത് കലയെ അത്രമാത്രം ഇടനെഞ്ചിൽ ചേർത്ത് വെക്കപ്പെടുന്ന ഒരു സമൂഹമായി കേരള സമൂഹം മാറുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾക്കാകെ തന്നെ മാതൃകയാക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനമാണ് ഇതിലൂടെ സർക്കാരും ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കലയ്ക്ക് മറ്റ് സങ്കുചിത ചിന്തകൾക്കപ്പുറമായി കലയെ ചേർത്ത് വെക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായുള്ള പാഠവും. മോഹൻലാലും സംസാരിക്കുന്ന ഘട്ടത്തിൽ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. കേവലമായ മത്സരങ്ങളായി ഇതിനെ കാണേണ്ടതില്ല, ഇത് കലയുടെ ഉത്സവമാണ്, ഉത്സവ പ്രതീതിയാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായി പോയാനെ. അഭിമാനത്തിന്റെ നിമിഷത്തിലാണ് താൻ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മോഹൻലാൽ മുന്നോട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വി. ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഈ നിലയിലേക്ക് ഒരു കുട്ടിക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഓൺലൈനായി, അത് ചരിത്രത്തിൽ ആദ്യമായാണ് കലോത്സവത്തിൽ അത്തരത്തിലേക്കൊരു നിലപാടുണ്ടാകുന്നത്, അത്തരത്തിലേക്കൊരു സമീപനം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഈ കലോത്സവത്തെ വ്യത്യസ്തമാക്കുന്നതും. എല്ലാ കലോത്സവങ്ങളിലും കലയ്ക്കപ്പുറമായി, കേവലമായ മത്സരങ്ങൾക്കപ്പുറമായി അതൊരു ആഘോഷമായി, ഒരു പൂരമായി കൊണ്ടാടുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യം തന്നെയാണ് തൃശ്ശൂരിലും കാണാൻ വേണ്ടി കഴിയുന്നത്. തുടക്കഘട്ടം മുതൽ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ കലോത്സവം ആരംഭിച്ചത്. ചെണ്ടമേളം ഉൾപ്പെടെ കുടമാറ്റം ഉൾപ്പെടെ തൃശ്ശൂർ എങ്ങനെയാണോ ഒരു പൂരത്തെ ഏറ്റെടുക്കുന്നത്, അതിന് സമാനമായ രീതിയിലാണ് കലോത്സവത്തെയും ഈ കലയുടെ ഉത്സവത്തെയും തൃശ്ശൂർ ജില്ല ഏറ്റെടുത്തിട്ടുള്ളത്. അത് സമാപന ദിവസവും അതിന് ഏറ്റവും പ്രൗഢിയോടുകൂടി വലിയ ആവേശത്തോടുകൂടി ഈ കലോത്സവം ഇവിടെ കൊടിയിറങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, ഞായറാഴ്ചയായിരുന്നു. ഈ ഞായറാഴ്ചയായിട്ട് ഒരു ദിവസമായതുകൊണ്ട് തന്നെ വലിയ ജനസഞ്ചയം തന്നെ വേദിയിലും പുറത്തുമായി തേക്കിൻകാട് മൈതാനിയിൽ അണിനിരന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. മോഹൻലാലിനെ സ്വീകരിച്ചതും മോഹൻലാൽ ഈ വേദിയിൽ പങ്കെടുത്തതിനും മോഹൻലാലിന്റെ ഈ പ്രസൻസിനും സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് മറുപടി നൽകിയത് മുത്തുക്കുട ഉൾപ്പെടെ തിടംപേറ്റിയ കൊമ്പന്റെ ശില്പം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് മോഹൻലാലിനെയും ആദരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് തൃശ്ശൂർ ജില്ലയുടെ തനത് മാതൃകകളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു പൂരത്തിന് സമാനമായ രീതിയിൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മാറുന്നു. വലിയ ഒരു ആവേശത്തിലേക്ക്, വലിയ പൂരത്തിലേക്ക് തൃശ്ശൂർ ജില്ല കണ്ടിട്ടുള്ള വലിയ പൂരമുണ്ട്. ആ പൂരത്തിന്റെ ഒരു ചെറു പതിപ്പെന്ന നിലയിൽ ഈ കലോത്സവത്തെ മാറ്റി തീർക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും സംഘാടകർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരസ്പരമായിട്ടുള്ള വിദ്വേഷങ്ങളില്ലാതെ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാതെ കലോത്സവം സമാധാനപരമായി പര്യവസാനിക്കുന്നു. കണ്ണൂർ ജില്ല കഴിഞ്ഞ ഘട്ടത്തിലുണ്ടായിരുന്ന കണ്ണൂർ ജില്ലയ്ക്കുണ്ടായിരുന്ന പോരായ്മ, ചെറിയ പോയിന്റുകൾ വ്യത്യാസത്തിൽ സ്വർണ്ണക്കപ്പ് നഷ്ടപ്പെടുന്നു. അത് ആ കപ്പ് തട്ടിയെടുത്ത തൃശ്ശൂർ ജില്ലയുടെ
ആടുതേറുടെ മണ്ണിൽ നിന്നും സാംസ്കാരിക നഗരിൽ നിന്നും ആ കപ്പ് തിരികെ കണ്ണൂർ തങ്ങളുടെ ജില്ലയിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അവിടെ ഈ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റെല്ലാ ചിന്തകൾക്കും അതീതമായി കലയെ സ്നേഹിക്കുന്ന, കലയെ ഇഷ്ടപ്പെടുന്ന, കലയെ ഇടനെഞ്ചോട് ചേർക്കുന്ന, അത് കേവലമായ മത്സരങ്ങൾക്കപ്പുറം വലിയ ഒരു ഉത്സവമാക്കി മാറ്റി തീർക്കുന്ന തരത്തിലേക്ക് ഒരു സമൂഹത്തെ ആകെ മാറ്റി തീർക്കുവാനും പുതുതലമുറയെ ആ നിലയിലേക്ക് ബോധ്യപ്പെടുത്തുവാനും ഈ കലോത്സവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു മെറിറ്റ്. ശരി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. അജയ് സൂചിപ്പിച്ച പോലെ തന്നെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം കൊടിയിറങ്ങുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രൗഢിയോടുകൂടി തന്നെയാണ്. കലോത്സവ വേദിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ് നാഥ്. ഇനി കലോത്സവത്തിന്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ കലോത്സവ വേദിയിൽ അവസരത്തിനായി എത്തിയ വയോധികന് വേദി നൽകിയ അമൃത ടീം. 72കാരനായ ശശികുമാറാണ് അമൃത വാർത്തകളിലൂടെ തന്റെ നീണ്ട കാലത്തെ ആഗ്രഹം സാധിച്ചത്. കലോത്സവത്തിന് പ്രായം 64, ശശികുമാറിന് 72. കലോത്സവ നഗരിയിലേക്കുള്ള പ്രായം തെറ്റിയുള്ള ഈ വരവ് ഒരു വേദി തേടിയാണ്. ശിഷ്യഗണങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും കലോത്സവത്തിൽ ഒരു വേദി മാത്രം ശശികുമാറിന് അന്യമായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. 16ാം വയസ്സിൽ അധ്യാപകൻ. നിരവധി കുട്ടികളെ വേദിയിലെത്തിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായ ഒരു വേദി മാത്രം നടക്കാത്ത സ്വപ്നമായി അവശേഷിച്ചു. അങ്ങനെ ഒരു വേദി എന്ന സ്വപ്നത്തിന്റെ പാണ്ഡവം പേറിയാണ് അയാൾ സാംസ്കാരിക നഗരിയിലേക്ക് വണ്ടി കയറിയത്. വേദി 1. മോഹിനിയാട്ട മത്സരങ്ങൾ പുരോഗമിക്കുന്നു. സദസ്സിലെ ഒരു കസേരയിൽ ഇരപ്പുറപ്പിക്കാനുള്ള ശ്രമം വേദിയിൽ പാട്ട് മുഴങ്ങിയതോടെ അയാൾ ഉപേക്ഷിച്ചു. ഒടുവിൽ നൃത്തം അവസാനിച്ച് കട്ടൻ താഴുമ്പോൾ ആ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ തുള്ളികളിൽ നഷ്ടബോധത്തിന്റെ കയ്പ് നീര് ഉൾച്ചേർന്നിരുന്നു. കണ്ണീർ തുറച്ച് വീണ്ടും തേക്കിൻകാട് മൈതാനിയുടെ വിശാലതയിലേക്ക് ആഴ്ന്നിറങ്ങിയ ശശികുമാർ എത്തിപ്പെട്ടത് അമൃത വാർത്തകളുടെ പവലിയന് മുന്നിൽ. പ്രായത്തെ തോൽപ്പിക്കുന്ന കലയോടുള്ള താല്പര്യം, വിരുതറഞ്ഞ കലോത്സവ വേദികൾ, ആ അടങ്ങാത്ത ആഗ്രഹത്തിന് അമൃത ടീം നിറങ്ങൾ നൽകുമ്പോൾ പ്രിയദർശൻ സിനിമകളിലെ പാട്ട് സീനുകളിലെ പിന്നാമ്പുറ കാഴ്ചകൾ പോലെ മനോഹരമായ നിമിഷം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കലോത്സവ വേദിയിൽ ഒരു നൃത്തം ഇങ്ങനെ ചെയ്യുന്നത്. അതിന് നിങ്ങൾ അമൃത ചാനലൊരു അവസരം തന്നാൽ എനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട്. അമൃത നൽകിയ സ്നേഹത്തിന് ചേർത്തുപിടിക്കലിന് മനസ്സ് നിറഞ്ഞുള്ള നന്ദി പ്രകടനം. അങ്ങനെ സാംസ്കാരിക നഗരിയിലെ കലോത്സവ ദിനങ്ങളിൽ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, നന്മയുടെ, സങ്കുചിത ചിന്തകൾക്ക് അതീതമായ ഒരു നല്ല കലാകാലം സമ്മാനിക്കുകയാണ് ടീം അമൃത. ബിനു ഈശ്വരമംഗലത്തിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. കലോത്സവത്തിന് ഔദ്യോഗിക വേദികൾ 25 എന്നാൽ 26ാമതൊരു സ്പെഷ്യൽ വേദി കൂടിയുണ്ട്. ചുറ്റുമതിലിന് പുറത്തെ വിസ്തൃതമായ 65 ഏക്കർ തേക്കിൻകാട് മൈതാനം. അവിടുത്തെ ഫോട്ടോ പോസിംഗ് പ്രകടനങ്ങളുടെ ചന്തം പകർത്തിയത് അമൃത ന്യൂസ് ക്യാമറാമാൻ CS ബൈജു. നവരസങ്ങൾ തുടുത്തുവിരിയുന്ന, പൂത്തുലയുന്ന, മയങ്ങി മറയുന്ന തേക്കിൻകാട് മൈതാനം. അവിടെ ഭാവങ്ങൾക്ക് തണലും താളവും പകർന്ന് വടക്കുന്നാഥന്റെ ഗോപുരവും ചുറ്റുമതിലും. കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ കണ്ണുകളിൽ വിരിയുന്ന അർച്ചനയും മൗനങ്ങൾ മൊഴിയുന്ന കീർത്തനവും കണ്ട് ആസ്വദിച്ച് എല്ലാം അറിഞ്ഞ് ആ ഗോപുരവാതിലുകളും. വേദികളിലെ മത്സരങ്ങൾക്ക് വിധികർത്താക്കൾ മാർക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ വേദിക്ക് പുറത്ത് മത്സരാർത്ഥിയുടെ ഭാവങ്ങൾക്ക് മാർക്കിടുന്നത് ക്യാമറാമാൻമാരാണ്. വേദിയിലെ പ്രകടനം പോലെ പ്രധാനമാണ് നാളെ പത്രങ്ങളിൽ വരേണ്ട ചിത്രവും ഓൺലൈനുകളിൽ വൈറലാകേണ്ട ഭാവങ്ങളും. വേദിയിലെ പോലെ ഒരു ഭാവം കാണിച്ചിട്ട് പോയാൽ ക്യാമറമാന് തൃപ്തിയാവില്ല. അവർ പറയുന്ന ചേരുവയിൽ രസം തയ്യാറാക്കാൻ കലാകാരികൾ ജഗതി ശ്രീകുമാറിൽ ബിരുദാനന്തര ബിരുദം ചെയ്യേണ്ടി വരും. വികാരങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കുമ്പോഴാണ് ഒരു വേദിയിൽ കലാസൃഷ്ടി പൂർണ്ണമാകുന്നത്. എന്നാൽ ലൈറ്റും ആംഗിളും ഭാവവും ചേരുമ്പോഴാണ് ഒരു ഫോട്ടോ ക്ലിക്കാവുന്നത്. അത് ചിലപ്പോൾ കണ്ണൊന്ന് ചിമ്മി തുറക്കുമ്പോഴാവാം, അല്ലെങ്കിൽ കാറ്റിൽ മുടിയിഴകളൊന്ന് ഉലഞ്ഞ് ഉതിരുമ്പോഴാവാം. എത്ര ആസ്വദിച്ചാലും മതിയാകാത്ത ചില ഭാവങ്ങളുണ്ട്. അത് എത്രയെത്ര ആംഗിളുകളിൽ പകർത്തിയാലും ക്യാമറാമാന്മാർക്ക് തൃപ്തിയാവില്ല. അങ്ങനെയുള്ള ക്യാമറാമാന്മാരുടെ സ്വർഗരാജ്യമാണ് തേക്കിൻകാട് മൈതാനം, പ്രത്യേകിച്ച് കലോത്സവ കാലത്ത്.
എടുക്കുന്നതെല്ലാം അപൂർണമായി തോന്നുന്ന ഒരു ഡിജിറ്റൽ രോഗാവസ്ഥ ഛായാഗ്രഹണ മേഖലയിൽ പടർന്നു പിടിച്ചതുകൊണ്ട് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നിരന്തര ക്ലിക്കുകൾക്ക് വേണ്ടി ഭാവങ്ങൾ ഇവിടെ ഘോഷയാത്ര നടത്തുന്നു. ഫോട്ടോഗ്രാഫറുടെ ആ മാന്ത്രിക നിമിഷം അതിങ്ങനെ തേക്കിൻകാട് മൈതാനമാകെ പലയിടത്തായി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുന്നത് നീലക്കുറിഞ്ഞു പൂത്തതുപോലെ ഒരു അഭൗമ ഭംഗിയാണ്. ക്യാമറമാൻ CS ബൈജുവിൻ്റെ ദൃശ്യങ്ങൾക്ക് വേണ്ടി ശ്രീജിത് നായർ, അമൃത ന്യൂസ്, തൃശ്ശൂർ. ഇനി ശബരിമല സന്നിധാനത്തേക്കാണ്. അവിടെ ദീപാരാധനയുടെ സമയമാണ്.